വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീനികളെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഗസയിലുടനീളം ആക്രമണത്തിന് അയവുവരുത്താതെ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മാത്രം ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത് 30-ലധികം സാധാരണ മനുഷ്യരാണ്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരും ഫലസ്തീൻ ജനതയും തമ്മിൽ രൂക്ഷമായ സംഘടനത്തിലാണ്. ഫലസ്തീൻ അധിനിവേശത്തിനെതിരെ ICJയുടെ റൂളിംഗ് ഉണ്ടായിട്ടും വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. അവർ ആക്രമണത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല, യാതൊരു അയവും വരുത്തിയിട്ടില്ല. സദേൺ ഹെബ്രോണിലെ ഒരു ഫലസ്തീൻ കുടുംബത്തെ ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ അക്രമ സംഭവങ്ങൾ ഫലസ്തീനിലെ ആദ്യത്തേതല്ല. ഇത് വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ക്രൂരതയാണ്. അധിനിവേശത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഇസ്രായേൽ ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബുലസിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീനികളുടെ സ്ഥാപനങ്ങളും അവരുടെ വയലുകളും തീയിട്ട് നശിപ്പിക്കുകയാണ്. നിസ്സഹായരായ ഫലസ്തീനികൾ പറയുന്നത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. നാം ഓർക്കേണ്ട ഒരു സത്യം, ഫലസ്തീനികൾ അവരുടെ സ്വന്തം മണ്ണിലാണ് ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണത്തിനും കൊലപാതകങ്ങൾക്കും വിധേയരാകുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇസ്രായേലിന്റെ ക്രൂരതകൾക്കും കടന്നുകയറ്റത്തിനുമെതിരെ വിധി പുറപ്പെടുവിക്കുവാൻ മാത്രമേ കഴിയൂ. ആ വിധി നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണെന്നുള്ളത് ലോകമെന്നോ മനസ്സിലാക്കിയതാണ്. ഗസയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ ജനവാസ മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 30-ലധികം സാധാരണ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 8 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇവരിലൊക്കെയും ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഏകദേശം 39,000-ൽ-അധികം ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. അവരിലധികവും കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ഈ അരുംകൊലകൾ നടക്കുന്നത് ഒരു വിശാലമായ ഭൂപ്രദേശത്തല്ല, ഒരു ചെറു ദ്വീപിനോട് സമാനമായ ഒരു ചെറു പ്രദേശത്താണ്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഭീകരത വെളിവാക്കുന്നത്. ഇത്രയും അധികം ജനങ്ങളാണ് ഈ ചെറു സ്ഥലത്തു നിന്നും കൊല്ലപ്പെട്ടു പോകുന്നത് എന്നതാണ്. കണ്ണില്ലാത്ത ലോകരാജ്യങ്ങൾ കാണാതെ പോകുന്നതും ഈ സത്യമാണ്. ഇതിനിടയിൽ അൽ ജസീറയുടെ ക്യാമറമാൻ മുഹമ്മദ് അഖി എന്നയാൾക്ക് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ പരിക്കേറ്റു. അദ്ദേഹത്തെ അൽ അക്സ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം 161ഓളം ഫലസ്തീനിയൻ മാധ്യമപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആർമി റഫേൽ ഹമാസിന്റെ ഫൈറ്റേഴ്സുമായി ഏറ്റുമുട്ടുന്നതിന്റെ വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടു. ഇസ്രായേൽ സേന നിരവധി ഫലസ്തീൻ പോരാളികളെ വധിക്കുന്നതിന്റെ രംഗങ്ങളായിരുന്നു വീഡിയോയിൽ. സൈനിക നടപടി തുടങ്ങുമ്പോൾ തന്നെ ഈജിപ്തിനോട് ചേർന്നുള്ള റഫ ക്രോസിന്റെ നിയന്ത്രണം ഇസ്രായേലി മിലിറ്ററി ഏറ്റെടുത്തിരുന്നു. അതേസമയം അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിനിടയിൽ ഒരു 9 മാസം ഗർഭിണിയായ സ്ത്രീ കൊല്ലപ്പെട്ടു. ഡോക്ടർമാരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം കുട്ടിയെ മാതാവിൽ നിന്നും പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി. ഗസയിൽ ഏകദേശം 50,000-ഓളം ഗർഭിണികളുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇവരിൽ പലരും പല പ്രാവശ്യം ബോംബിങ്ങിന്റെ ശക്തി കാരണം ഗർഭചിത്രം സംഭവിച്ചവരാണ്. ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ടെൽ-അവീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പ്രതികാര നടപടി എന്ന നിലയ്ക്ക് ഇസ്രായേൽ യമനിലെ പോർട്ട് സിറ്റിയായ ഹുദൈദയിൽ ബോംബാക്രമണം നടത്തി. എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടെന്ന് വെളിവായിട്ടില്ല. അതേസമയം ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഇസ്രായേലികളുടെ മനോവീര്യത്തെ കാര്യമായി തകർത്തിട്ടുണ്ട്. കാരണം എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഇസ്രായേലിന്റെ തലസ്ഥാന നഗരത്തിൽ ഹൂത്തികൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇസ്രായേലിൽ മറ്റൊരിടവും സുരക്ഷിതമല്ലെന്ന് ഇസ്രായേലികൾ വിശ്വസിക്കുന്നു. ഇസ്രായേലിലെ ഒരു ഇടവും സുരക്ഷിതമല്ലെന്ന് തോന്നലായിരിക്കാം ഇസ്രായേൽ ജനതയെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്.